ചെൽസിയുടെ കാര്യത്തിൽ ഇപ്പം എൻസോ മറസ്കയുടെ കാര്യം, അതും ക്ലബ്ബ് വേൾഡ് കപ്പ് നേടിയതിനു ശേഷം അധികം താമസിയാണ്ടാണ് അദ്ദേഹത്തിനെയും സാക്ക് ചെയ്തിരിക്കുന്നത്. ക്ലബ് വേൾഡ് കപ്പ് നേടി, അതേപോലെ നവംബറിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മാനേജർ ഓഫ് ദി മന്ത് ആയിരുന്നു എൻസോ മറസ്ക. അതേ നവംബറിൽ ബാഴ്സലോണയെ 3-0 തോൽപ്പിച്ചു. നമ്മൾ അതിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. അവരുടെ ഏറ്റവും നല്ല പ്രദർശനമായിരുന്നു ഈ സീസൺ. അത് പെട്ടെന്ന് മോശമാവാൻ കാരണം ഇതേ രണ്ട് കാരണം. ഇപ്പൊ ഇവിടെ ഡയറക്ടർ ഫുട്ബോൾ മാത്രമല്ല പ്രശ്നം, മെഡിക്കൽ ടീമും ഈ ചെൽസി ക്ലബ് വേൾഡ് കപ്പ് കളിച്ച കാരണം പല കളിക്കാരും ഓഫ് സീസൺ ഇല്ലാതെ ചെറിയ ചെറിയ പരിക്കായിട്ടാണ് സീസൺ തുടങ്ങിയിട്ടുള്ളത്. അത് കാരണം കോൾ പാമർക്ക് ഇപ്പൊ 10-11 കളി ലീഗിൽ കളിച്ചിട്ടുള്ളൂ. അതൊരു വിഷയമായി മാറി. ഇപ്പൊ മറസ്കയ്ക്ക് ചില കളികൾക്കായി അനുഭവമുള്ള കളിക്കാരെ വേണം. അപ്പൊ മെഡിക്കൽ ടീം പറയില്ല കളിപ്പിക്കാൻ പറ്റില്ല, ഇവൻ റെഡ് ലൈനിലാണ്, ഈ കളി റെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇവൻ കളിക്കുകയാണെങ്കിൽ നിങ്ങൾ 60 മിനിറ്റ് കഴിഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ ഇതൊന്നും ഫാൻസിന് അറിയില്ല. അപ്പൊ പെട്ടെന്ന് ഒരു കളി സമനിലയായി നിൽക്കുമ്പോൾ 64 മിനിറ്റ് കഴിയുമ്പോൾ പാമറെ മാറ്റുന്നു, അല്ലെങ്കിൽ 72 മിനിറ്റ് കഴിയുമ്പോൾ പാമറെ മാറ്റുന്നു. അപ്പൊ ഫാൻസ് കൂക്കാനും തുടങ്ങും. അവര് പറയും മാനേജർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവർക്ക് അറിയില്ല ഇത് മെഡിക്കൽ സ്റ്റാഫ് പറഞ്ഞിട്ടാണ്. അപ്പൊ ആരും തന്നെ സപ്പോർട്ട് ചെയ്യണില്ല എന്നുള്ളൊരു ഫീലിംഗ് കൂടി മറസ്കയ്ക്ക് വന്നു. പിന്നെ ആദ്യം തൊട്ടേ സമ്മറിൽ എനിക്ക് അനുഭവമുള്ള കുറച്ച് കളിക്കാരെ വേണമെന്നുള്ളൊരു അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. ചെൽസിയുടെ ഇപ്പോഴത്തെ ബിസിനസ് മോഡൽ എന്താന്ന് പറഞ്ഞാൽ കുറെ നല്ല ചെറുപ്പക്കാരെ വാങ്ങുക. അങ്ങനെ പക്ഷെ അവരെ മറിച്ച് വിറ്റിട്ട് കുറെ പൈസ ഉണ്ടാക്കാം. പക്ഷെ ഒരിക്കലും അങ്ങനെ നിങ്ങൾ ടൈറ്റിൽ ജയിക്കാൻ പോകും.